CPM-ൽ പരാതി ചോർന്നതായി വിവാദം. പാർട്ടിക്ക് സ്വകാര്യ വ്യക്തി നൽകിയ പരാതി കോടതിയിൽ രേഖയായി മാറിയെന്നാണ് ആരോപണം. പാർട്ടിക്ക് നൽകിയ പരാതി ചോർന്നതിൽ CPM ജനറൽ സെക്രട്ടറി MA ബേബിക്ക് ചെന്നൈ വ്യവസായി മുഹമ്മദ് ഷർഷാദാണ് പരാതി നൽകിയത്. കത്ത് ചോർത്തിയത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മകൻ ശ്യാംജിത്ത് എന്ന് പരാതിയിൽ പറയുന്നു. പാർട്ടി നേതാക്കളുടെ ഉറ്റ സുഹൃത്തായ രാജേഷ് കൃഷ്ണയ്ക്കെതിരെ കൊടുത്ത പരാതിയാണ് ചോർന്നത്. 2025 മധുരൈ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയത്ത് രാജേഷ് കൃഷ്ണയ്ക്കെതിരെ PB അംഗം കൂടിയായ അശോക് ധാവലയ്ക്ക് ചെന്നൈയിലെ വ്യവസായിയും ന്യൂമാഹി സ്വദേശിയുമായ മുഹമ്മദ് ഷർഷാദ് ഒരു പരാതി നൽകി. ഈ പരാതിയാണ് ഡൽഹി ഹൈക്കോടതിയിൽ മുഹമ്മദ് ഷർഷാദിനെതിരെയുള്ള മാനനഷ്ട കേസിലെ പ്രധാന തെളിവായി മാറിയത്. പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ പരാതി പുറത്തുവന്നതിൽ ദുരൂഹതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുഹമ്മദ് ഷർഷാദ് CPM ജനറൽ സെക്രട്ടറിയായ MA ബേബിക്ക് പരാതി ഇമെയിലിൽ അയച്ചത്. പത്തനംതിട്ട ഇലന്തൂർ സ്വദേശിയും UK-ലെ ബിസിനസ്സുകാരനുമായ രാജേഷ് കൃഷ്ണയുടെ സാമ്പത്തിക ഇടപാടുകൾ പാർട്ടിയെ സഹായിക്കുന്നുണ്ടെന്ന് മുഹമ്മദ് ഷർഷാദ് വ്യക്തമാക്കുന്നു. സംസ്ഥാന കമ്മിറ്റി തന്നെയാണ് ചോർന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് ബന്ധപ്പെട്ട സമയത്ത് ഈ പോളിറ്റ് ബ്യൂറോൻ്റെ ആൾക്കാരായിട്ട് ഞാൻ സംസാരിച്ച സമയത്ത് കത്ത് അന്ന് തന്നെ, അതായത് ആ പാർട്ടി കോൺഗ്രസ്സിൽ നടപടിയെടുത്ത ആ സമയത്ത് തന്നെ സംസ്ഥാന കമ്മിറ്റിക്ക് കത്ത് കൊടുത്തിട്ടുണ്ടെന്നാണ് പിന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞത്. അന്ന് മധുര നിങ്ങളവിടെ ഉണ്ടായിരുന്നല്ലേ, നമ്മൾ കണ്ടതല്ലേ. അന്ന് ഞാൻ അവിടുന്ന് എന്നോട് പറഞ്ഞത് കത്ത് ഞാൻ കേരളത്തിലേക്ക് അയച്ചിട്ടുണ്ട്, ബാക്കി കാര്യങ്ങളും ആക്ഷൻസും കാര്യങ്ങളെല്ലാം അവരാണ് എടുക്കേണ്ടത്, എല്ലാ തീരുമാനങ്ങളും അവരാണ് ചെയ്യേണ്ടത്, അതുകൊണ്ട് അവിടുന്ന് അവർ വേണ്ടത് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുന്നായിരിക്കും പിന്നെ കത്ത് ചോർന്നിട്ടുണ്ടാവുക. പാർട്ടിക്ക് നൽകിയ കത്ത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മകൻ ശ്യാംജിത്ത് ചോർത്തി രാജേഷ് കൃഷ്ണയ്ക്ക് നൽകിയെന്നാണ് മുഹമ്മദ് ഷർഷാദിന്റെ ആരോപണം. അവിടെ നേതാക്കന്മാർ വന്നു കഴിഞ്ഞാൽ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അവരവിടെ ഒരുപാട് പബ്ലിക് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ട് ഇവനെ ലണ്ടനിലേക്ക് വരുത്തി കഴിഞ്ഞാൽ ഇവനെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് പിന്നെ ഈ പ്രോഗ്രാമിനും ഇതിനൊന്നും ആളില്ലാതെ പിന്നെ ഇവൻ്റെ കൂടെയായിരിക്കും ആൾക്കാർ എന്നുള്ളത്. അത് പിന്നെ എല്ലാ ആൾക്കാരും എൻ്റെ അടുത്ത് തന്ന വോയിസ് ക്ലിപ്പുകളും കാര്യങ്ങളും എല്ലാ ഇൻഫർമേഷൻസും എൻ്റെ കയ്യിലുണ്ട്. 2022 പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണ പിള്ളയ്ക്ക് രാജേഷ് കൃഷ്ണയുടെ പാർട്ടിയിലെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് മുഹമ്മദ് ഷർഷാദ് പരാതി നൽകുന്നുണ്ട്. അന്ന് രാജേഷ് കൃഷ്ണയെ പാർട്ടിയുടെ അടുപ്പക്കാരിൽ നിന്നും അകറ്റി നിർത്തിയിരുന്നു. MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആയപ്പോൾ രാജേഷ് കൃഷ്ണ വീണ്ടും ശക്തി പ്രാപിച്ചുവെന്നും ഷർഷാദ് ആരോപിക്കുന്നു. മധുരയിലെ പാർട്ടി സമ്മേളനത്തിൽ ഉൾപ്പെടെ പങ്കെടുക്കാൻ രാജേഷ് കൃഷ്ണ വന്നിരുന്നു. ഷർഷാദിന്റെ പരാതിക്ക് പിന്നാലെയാണ് മധുരയിലെ സമ്മേളനത്തിൽ നിന്നും രാജേഷ് കൃഷ്ണയെ മാറ്റി നിർത്തിയത്. 2016 ആദ്യ ലോക കേരള സഭയിൽ ഉൾപ്പെടെ പങ്കെടുക്കാൻ തരത്തിൽ പാർട്ടി നേതാക്കന്മാരുമായും മന്ത്രിമാരുമായും രാജേഷ് കൃഷ്ണയ്ക്ക് സാമ്പത്തിക ഇടപാടുണ്ടെന്നും വ്യവസായി ആരോപിക്കുന്നു. ജനം, തിരുവനന്തപുരം.